ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന എൻ്റെ ഡെലിവറി വ്ളോഗിലും ഷോർട്സിലൊക്കെ കുറച്ച് പേര് കമൻസ് ആയിട്ടും അതുപോലെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് ഹോസ്പിറ്റലാണ് കാണിച്ചത്, എവിടെയാണ് സ്ഥലം, ഏത് ഡോക്ടറിനെയാണ് ഞാൻ കാണിച്ചത്, അതുപോലെ തന്നെ എൻ്റെ ഡെലിവറി എക്സ്പെൻസ് എത്രയായി, അവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു, അതുപോലെ ഞാൻ ബർത്തിങ് സ്യൂട്ട് എടുക്കുന്നത് ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, അതിനെങ്ങനെയായിരുന്നു റെൻറ്റ്, പിന്നെ ഞാൻ എത്ര ദിവസം ഹോസ്പിറ്റലിൽ സ്റ്റേ ഉണ്ടായിരുന്നു, റൂമിന് റെൻ്റ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എല്ലാം കൂടി ചേർത്ത് ഒരൊറ്റ വ്ളോഗായിട്ട് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ട്രിവാൻഡ്രത്തുള്ള കിംസിലാണ് കേട്ടോ. കിംസ് എൻ്റെ വീടിൻ്റെ അടുത്താണ്. നമ്മൾ പണ്ട് മുതലേ അവിടെയാണ് എല്ലാത്തിനും പോകുന്നത്. അതുകൊണ്ട് അവിടെ തന്നെയാണ് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് അറിഞ്ഞപ്പോഴും ഫസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് തൊട്ട് എല്ലാം ഞാൻ ചെക്കപ്പിന് പോയിട്ടുണ്ടായിരുന്നത് അവിടെ തന്നെയാണ്. അപ്പോൾ ഞാൻ കിംസിൽ റഫീഖ മാമിനെയാണ് കാണിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. മാം അടിപൊളി ഡോക്ടറാണ്. ഞാൻ കുറേ റിവ്യൂസും കുറേ പേർക്ക് പറഞ്ഞ് കേട്ടിട്ടാണ് അവിടെ പോയത്. മാമുമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഭയങ്കര കെയറിങ് ആയിട്ടുള്ള ഒരു ഡോക്ടറായിരുന്നു. പിന്നെ പുള്ളിക്കാരുടെ അസിസ്റ്റൻസ് ആയിരുന്നാലും അവിടുത്തെ നേഴ്സ് ആയിരുന്നാലും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സി സെക്ഷൻ ആയിരുന്നു നോർമൽ ഡെലിവറി ആയിരുന്നോ എന്നൊക്കെ. എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു കേട്ടോ. 38 വീക്കിലായിരുന്നു എൻ്റെ ഡെലിവറി. മാർച്ച് 19 എൻ്റെ ഡെലിവറി കേട്ടോ. മാർച്ച് 18 ആയ സമയത്ത് എൻ്റെ അടുത്ത് 18 അല്ല, അതിന് മുന്നേ ചെക്കപ്പിന് പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞു മാർച്ച് 18 വന്ന് അഡ്മിഷൻ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ സെക്കൻഡ് ട്രൈമസ്റ്റർ കഴിഞ്ഞിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഷുഗർ ഇച്ചിരി കൂടുതലായിരുന്നു. കൂടുതലെന്ന് പറഞ്ഞാൽ ബോർഡർ ലെവലായിരുന്നു. അപ്പോൾ ഞാൻ മെഡിസിനൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഷുഗർ ഉള്ളവർക്ക് 38 വീക്സ് ഒക്കെ കഴിയുന്ന സമയത്ത് ഇൻഡ്യൂസ്ഡ് ലേബർ ആയിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ വരാൻ വേണ്ടി മരുന്ന് തന്നിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഡെലിവറിയാണ് ഇൻഡ്യൂസ്ഡ് ലേബർ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഒരു പ്ലാൻഡ് ഇൻഡ്യൂസ്ഡ് ലേബർ ആയിരുന്നു 38 വീക്കിൽ. അപ്പോൾ മാർച്ച് 18 ഞാൻ ഹോസ്പിറ്റലിൽ വന്നു. അപ്പോൾ എനിക്ക് PV ഒക്കെ ചെയ്തു നോക്കിയായിരുന്നു. അപ്പോൾ PV ചെയ്തപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് 2 to 3 സെൻറ്റിമീറ്റർ ഡയലേഷനൊക്കെ ഓൾറെഡി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡെലിവറിക്ക് നല്ല പോസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ബേബി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് തന്നെ അവിടെ അഡ്മിഷൻ എടുത്തപ്പോൾ നമ്മൾ റൂംസ് സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കിംസിൽ ഒരു പാക്കേജ് പോലെയാണ്, ഡെലിവറി പാക്കേജ് പോലെയാണ്. ഞാൻ നോർമൽ ഡെലിവറി ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ കാര്യമായിരിക്കും കൂടുതൽ അറിയുന്നുള്ളത്. സി സെക്ഷൻ്റെ കാര്യം ഞാൻ അധികം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നോർമൽ ഡെലിവറി ആണെങ്കിൽ അവിടെ ഒരു 3 പാക്കേജ് എന്തോ ഉണ്ട്. സ്റ്റാൻഡേർഡ്, ഡിലക്സ്, പിന്നെ S കാറ്റഗറി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റൂംസ് എല്ലാം അതിലാണ്. ഫസ്റ്റ് പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് പാക്കേജാണ്. അത് 70,000 പാക്കേജാണ്. അതിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഡെലിവറി ചാർജും അതുപോലെ നമ്മുടെ റൂം റെൻറ്റ് അതെല്ലാം കൂടി ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഈ 70യുടെ പാക്കേജ് എന്ന് പറഞ്ഞാൽ. അതിൽ പാക്കേജിൽ ഫുഡ് കോംപ്ലിമെൻ്ററി എങ്ങാണ്ടോ ആണ്. അതുപോലെ സെക്കൻഡ് ഡിലക്സിൻ്റെ എന്ന് പറഞ്ഞാൽ ഡിലക്സ് റൂമും അതുപോലെ അത് വന്നിട്ട് 80,000 ആണ് അതിൻ്റെ പാക്കേജ്. അതിലും ഫുഡ് എന്തോ കോംപ്ലിമെൻ്ററി ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഉള്ളത് നെക്സ്റ്റ് S കാറ്റഗറിയാണ്. അത് വന്നിട്ട് 1 lakh ആണ് നോർമൽ ഡെലിവറിക്ക് ആണെങ്കിൽ. ഇതെല്ലാം ഞാൻ പറയുന്നത് നോർമൽ ഡെലിവറിയുടെ കാര്യമാണ്. എനിക്ക് സി സെക്ഷന് വേറെയാണ്, എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ സ്റ്റാൻഡേർഡിൽ നോർമൽ ഡെലിവറിക്ക് 70,000 ആണെങ്കിൽ സി സെക്ഷൻ്റെ സ്റ്റാൻഡേർഡിന് 1 lakh ആണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു, അതുകൊണ്ട് എനിക്കത് അത്ര കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ പിന്നെ S കാറ്റഗറി എന്ന് പറഞ്ഞാൽ സ്യൂട്ട് റൂംസിൻ്റെ ഇതിൽ വരുന്നതാണ്. അതിൽ ഡെലിവറി ചാർജസിനും റൂംസിനും കൂടി ചേർന്ന് വരുന്നത് 1 lakh ആണ്. അതിൽ ഫുഡൊക്കെ സെപ്പറേറ്റ് ബില്ലാണ്, നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യണം. പിന്നെ അതുപോലെ പ്രീമിയം സ്യൂട്ട് വരുന്ന സമയത്ത് പ്രീമിയം സ്യൂട്ട് ഈ പാക്കേജ് അല്ല, അല്ലാത്ത ബില്ലാണ് വരുന്നത്. അതെന്ന് എനിക്ക് തോന്നുന്നു ഒരു ദിവസം 12,500 12,000 സംതിങ് പ്ലസ് GST, അതായത് ഒരു 15,000 രൂപയാണ് 1 ഡേ ആ റൂമിന് മാത്രം റെൻറ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഡെലിവറി പാക്കേജ് കിംസിലുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കിംസിൽ വിളിച്ച് ചോദിച്ചാൽ മതി. അവർ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയമൊക്കെ മാറ്റി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇൻഷുറൻസ് നമ്മൾ ഓരോ ഇൻഷുറൻസ് കമ്പനിയുടെ ഇതുപോലെ ഇരിക്കും. അതാണെങ്കിൽ നമുക്ക് പകുതി പൈസ അടച്ചാൽ മതി, ബാക്കി പൈസ ഇൻഷുറൻസിൽ കവർ ആവും. അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻഷുറൻസ് ഉള്ളത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു എല്ലാവർക്കും. ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എത്ര ദിവസം ഹോസ്പിറ്റൽ സ്റ്റേ ഉണ്ടായിരുന്നു. എനിക്ക് 3 days ആണ്. കാരണം നോർമൽ ഡെലിവറി ആണെങ്കിൽ 3 days-ഉം സി സെക്ഷൻ ആണെങ്കിൽ അവിടെ 5 days-ഉം ആണ്. എല്ലായിടത്തും അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് 3 days സ്റ്റേ ആയിരുന്നു. ഞാൻ അവിടെ അഡ്മിറ്റ് ആയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബർത്തിങ് സ്യൂട്ട്സ് വേണം. കാരണം എനിക്ക് എൻ്റെ ഫാമിലി ആ ഒരു ടൈം വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. എന്നിരുന്നാലും എനിക്ക് അവരെൻ്റെ കൂടെ വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കിംസിൽ 2 ബർത്തിങ് സ്യൂട്ട്സേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതനുസരിച്ച്
പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പെയിൻ വരുന്ന സമയത്താണ് നമ്മൾ അവർ ബർത്തിങ് സ്യൂട്ടിലേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ. കാരണം ബർത്തിങ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിന് 12,000 രൂപയാണ്. അപ്പോൾ ഞാൻ ബർത്തിങ് സ്യൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. 12,000 രൂപയായിരുന്നു ചാർജസ് കേട്ടോ. അപ്പോൾ കുറേ പേര് എനിക്കത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബർത്തിങ് സ്യൂട്ട് എടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ എടുക്കണം എന്നാണ് ഞാൻ പറയുക. കാരണം നമുക്ക് വേണ്ട ഒരു ടൈമാണ്. ആ സമയം നമ്മൾ ഫാമിലി കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് ഭയങ്കര അടിപൊളിയാണ്. ഈ ബർത്തിങ് സ്യൂട്ടിൽ സത്യം പറഞ്ഞാൽ നമ്മളെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വന്ന് നിൽക്കാൻ പറ്റും. എൻ്റെ കൂടെ അമ്മയും എൻ്റെ ഹസ്ബൻഡും അതുപോലെ റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആ റൂമിൽ തന്നെ ലോഞ്ച് ഒരു സോഫയൊക്കെ ഇട്ടിരുന്ന ഒരു പോർഷനും ഉണ്ട്. അതുപോലെ നമ്മൾ ലേബർ നടക്കുന്ന ഒരു റൂമുണ്ട്. രണ്ടിടത്തും നമ്മൾ ഫാമിലി ഉണ്ടെങ്കിൽ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മളെ കൂടെ ത്രൂ ഔട്ട് ദ ലേബർ അവർക്ക് നമ്മളെ കൂടെ നിൽക്കാൻ പറ്റും. അപ്പോൾ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പറ്റുന്നുണ്ടെങ്കിൽ പറ്റുന്നവരൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക. ഈ ഡെലിവറി കഴിഞ്ഞ് നമ്മളവിടെ കുറേ നേരം ആ റൂമിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ആ റൂമിലാണെങ്കിൽ ലാസ്റ്റ് ഞാൻ എൻ്റെ റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ബോഡി വാഷൊക്കെ ചെയ്തിട്ടായിരിക്കും പോകണം. അപ്പോൾ അടുത്തൊരു സിസ്റ്റർ എന്നെ ബോഡി വാഷൊക്കെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. എല്ലാവർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു. ഭയങ്കര നമ്മളെ ഭയങ്കര പാമ്പർ ചെയ്ത് നമ്മളെ ഭയങ്കര അത്രയും സപ്പോർട്ട് ചെയ്ത് കെയർ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി അവർ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പിഡ്യൂറൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പിഡ്യൂറൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ എൻ്റെ സെക്കൻഡ് ട്രൈമസ്റ്ററോട് തന്നെ എൻ്റെ ബ്രീത്തിങ് ടെക്നിക്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം എനിക്ക് എങ്ങനെയാണ് ഈ ലേബർ പെയിൻ വരുന്നത്, ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ നേരത്തെ ബ്രീത്തിങ് ടെക്നിക്സ് ഒക്കെ ഇങ്ങനെ ട്രെയിൻ ചെയ്തൊക്കെ പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പിഡ്യൂറൽ എടുക്കണമെന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴേ ഡോക്ടർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പിഡ്യൂറൽ വേണമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുവിധം പെയിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബ്രീത്തിങ് ടെക്നിക്സ് ഹെൽപ്പ് ചെയ്തു. പക്ഷെ ലാസ്റ്റ് ടൈം വന്ന് പുഷ് ചെയ്യണതിൻ്റെ ആ ഒരു സമയം വന്നപ്പോൾ എനിക്ക് ഫുൾ കൺട്രോളൊക്കെ പോയി. നല്ല പെയിനായിരുന്നു. അപ്പോൾ എനിക്ക് അത് എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു കുഴപ്പമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ബ്രീത്തിങ് ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കതുകൊണ്ട് ഈ ഒരു പെയിൻ കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. അതുപോലെ ഞാൻ എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു സപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെയിൻ വരുന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പെയിൻ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ബ്രീത്തിങ് ടെക്നിക്സ് എടുക്കാൻ വിട്ടുപോകും. എൻ്റെ അടുത്ത് പറയണം ബ്രീത്ത് ചെയ്യ് ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നതൊക്കെ പറയണം, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കൺട്രോൾ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടീവായിട്ട് എൻ്റെ കൂടെ തന്നെ നിന്ന് ഞാൻ കൺട്രോൾ പോകുമ്പോൾ നീ ബ്രീത്ത് ചെയ്യ് ഞാൻ കൗണ്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൂടെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്തത് കൊണ്ടാണ് എനിക്കത് അടിപൊളിയായിട്ട് അവരെൻ്റെ കൂടെ നിന്ന് എനിക്ക് കുറേയൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റിയത്. പിന്നെ അതുപോലെ നമ്മൾ അവിടുത്തെ നേഴ്സസ് ആയിരുന്നാലും അവർ പറയും നമ്മളടുത്ത് ഡീപ്പ് ബ്രീത്ത് ചെയ്യ്, പതുക്കെ റിലീസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നമ്മളത്ര കംഫർട്ടബിൾ ആക്കും കേട്ടോ. അതെനിക്കതുകൊണ്ട് ബർത്തിങ് സ്യൂട്ട് എടുത്തത് ഭയങ്കര വർത്തായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു പുള്ളിക്കാരന് ഭയങ്കര ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. അത്രയും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കും എൻ്റെ ഫാമിലിക്കും ആ ഒരു ബർത്തിങ് സ്യൂട്ട് എടുത്തത് കൊണ്ട്. റൂമിൽ കൊണ്ടുപോകും. എനിക്ക് 3 ദിവസത്തെ സ്റ്റേ ആയിരുന്നു ഹോസ്പിറ്റലുണ്ടായിരുന്നു, നോർമൽ ഡെലിവറി ആയതുകൊണ്ട് തന്നെ. അവിടുത്തെ സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ റൂം ആയിരുന്നാലും ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രീമിയം സ്യൂട്ട് ആയിരുന്നു റൂം. 2ൽ കൂടുതൽ ബൈസ്റ്റാൻഡേഴ്സിന് എൻ്റെ റൂമിൽ നിൽക്കാൻ പറ്റുമായിരുന്നു. അത് കുഴപ്പമൊന്നുമില്ല. 3-4 പേരൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ഞങ്ങൾ സ്യൂട്ട് റൂം തന്നെ ഓപ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടുത്തെ എക്സ്പീരിയൻസ് ആയിരുന്നാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടുത്തെ നേഴ്സസ് ആയിരുന്നാലും അവർ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വൈറ്റൽസ് ചെക്ക് ചെയ്യാനും നമ്മളെ കാര്യങ്ങൾ അന്വേഷിക്കാനും വരും. സത്യം പറഞ്ഞാൽ ആ റൂമിൽ ഫസ്റ്റ് ഡേ പോയപ്പോൾ തന്നെ ഈവൻ ഒരു TV ഒക്കെ ഓൺ ആക്കുമല്ലോ, റിമോട്ട് AC ഒക്കെ വർക്ക് ആണോ എന്ന് നോക്കുക, അതിൻ്റെ ടെക്നീഷ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെയുള്ള എല്ലാ സ്റ്റാഫ്സും വന്ന് നമ്മൾ ആ റൂമുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളവരെല്ലാം വന്ന് പരിചയപ്പെടും. ഭയങ്കര കെയറിങ് ആണ്. സത്യം പറഞ്ഞാൽ ഫുഡ് വേറൊരു സംഭവമാണ്. അടിപൊളി ഫുഡായിരുന്നു. നമുക്കൊരു ഹോസ്പിറ്റലിലെ ഫുഡാണെന്നൊന്നും ഫീൽ ചെയ്യില്ല, അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. അതുപോലെ തന്നെ റൂമൊക്കെ ആയിരുന്നെങ്കിലും ലക്കിയാണ് കേട്ടോ എൻ്റെ അടുത്ത് വന്നത്. റൂമൊക്കെ ആണെങ്കിലും അടിപൊളി റൂം സർവീസ് ആയിരുന്നാലും എന്നും രാവിലെ അവർ വന്ന് റൂമും ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്തിടും. നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഭയങ്കര ക്ലീനിങ് ആയിരുന്നല്ലോ. അവിടുത്തെ നേഴ്സസ് ആയിരുന്നാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ്, ഭയങ്കര കെയറിങ് ആയിട്ടുള്ള, എല്ലാവരും ചിരിച്ചുകൊണ്ടേ നമ്മളോട് സംസാരിക്കുള്ളൂ. അതിൻ്റെ അടുത്ത് എക്സ്പെൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ബില്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും വിട്ടുപോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് സ്കാനിങ്ങിൻ്റെയും ബ്ലഡ് ടെസ്റ്റിൻ്റെയൊക്കെ
റേറ്റ് ഞാൻ ആദ്യം പോയപ്പോൾ തൊട്ടുള്ളത് പറഞ്ഞുതരാം. ഞാൻ എൻ്റെ കൺസൾട്ടേഷന് ഞാൻ ഫസ്റ്റ് പോയ സമയത്ത് 700 രൂപയായിരുന്നു. ലാസ്റ്റ് ഞാൻ മാർച്ചിൽ കാണാൻ പോയ സമയത്ത് അത് 750 ആയിരുന്നു. എനിക്ക് കൂടി കാണും, മിക്കവാറും 50 രൂപ എങ്ങനെ. അപ്പോൾ എൻ്റെ ഡോക്ടർ കൺസൾട്ടേഷൻ ഫീ 700 ആയിരുന്നു. ഫസ്റ്റ് ട്രൈമസ്റ്ററിലെ സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും എല്ലാം കൂടി ചേർന്ന് ഒരു 6530 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. എല്ലാ സ്കാനിങ്ങിൻ്റെയും എല്ലാ ബ്ലഡ് ടെസ്റ്റിൻ്റെയും റേറ്റ് ഒന്നും പറയുന്നില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചൊക്കെ പറയാം. പിന്നെ അതുപോലെ തന്നെ ഡോപ്ലർ അതിൻ്റെ സ്കാനിങ്ങിന് കാര്യങ്ങൾക്കും 2650 ആയിരുന്നു. മെയിനായിട്ട് അനോമലി സ്കാനിങ്, അവിടെ അനോമലി സ്കാനിങ്ങിൽ 5500 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സ്കാനിങ്ങിലൊക്കെ നമുക്ക് അവിടെ പോകുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് സ്കാനിങ് ആയിരുന്നാലും അവർ നമ്മളെ ഹസ്ബൻഡിനെ വിളിച്ച് കാണിക്കും. നമ്മൾ സ്കാൻ ചെയ്ത് ബേബിയുടെ ഹാർട്ട് ബീറ്റ്സ് ഒക്കെ നമ്മളെ കേൾപ്പിച്ചതിന് ശേഷം അവർ നമ്മളെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ബേബിയുടെ ഹാർട്ട് ബീറ്റ്സും ബേബീനെയും കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അതെനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. കാരണം നമ്മൾ മാത്രമല്ല, ഹസ്ബൻഡും കാണുമ്പോൾ അവർക്കും ഒരു ഹാപ്പിയാണ്. പിന്നെ അവിടെ ഫോട്ടോസും തരത്തില്ല, സ്കാനിങ്ങിൻ്റെ ഫോട്ടോസ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ എടുത്തോളാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഫോണിൽ ഫോട്ടോ എടുത്തില്ല. അത് ഓൾ ഓവർ എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ എൻ്റെ അനോമലി സ്കാനിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 5500 രൂപയായിരുന്നു. ഇപ്പോൾ കൂടിയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ചെയ്ത സമയത്ത് 5500 രൂപയായിരുന്നു. NST ചെയ്യല്, NSTക്ക് 600 രൂപയായിരുന്നു. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു ഏകദേശം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അവിടെ സ്കാനിങ്ങിനും അല്ലാതെ അവിടുത്തെ കൺസൾട്ടേഷൻ ഫീ ഒക്കെ എങ്ങനെയാണെന്ന്. പിന്നെ മെയിനായിട്ട് ഞാൻ പ്രീമിയം സ്യൂട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രീമിയം സ്യൂട്ടിന് ഇപ്പോൾ സ്യൂട്ട് റേഞ്ചിൽ തന്നെ ജൂനിയർ സ്യൂട്ടുണ്ട്, പ്രീമിയം സ്യൂട്ടുണ്ട്. ജൂനിയർ സ്യൂട്ടാണെങ്കിൽ പാക്കേജ് ഉണ്ട്, 1 lakhൻ്റെ പാക്കേജാണ്. പിന്നെ ഫുഡ് ഈ ജൂനിയർ കാറ്റഗറിയിൽ വരുന്ന ഫുഡ് സെപ്പറേറ്റ് ആണ് കേട്ടോ. ഈ ബില്ലിൽ ഞാൻ എൻ്റെ ഫുഡിൻ്റെ ബില്ലൊന്നും പറയുന്നില്ല, അല്ലാതെ എൻ്റെ ഡെലിവറി എക്സ്പെൻസ് എത്രയായി എന്നുള്ളത് പറയാം. അപ്പോൾ എൻ്റെ ടോട്ടൽ ഞാൻ അവിടെ അടച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ ഡെലിവറി എക്സ്പെൻസ് എന്ന് പറയുന്നത് 1,10,427 രൂപയാണ്. എനിക്ക് ടോട്ടൽ എൻ്റെ ഒരു ബില്ലായിട്ട് എനിക്ക് വന്ന് ഞാൻ സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് 1,10,427 രൂപയാണ് എനിക്ക് ടോട്ടൽ എൻ്റെ ബില്ലിൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് സെപ്പറേറ്റ് ബില്ല്, ബേബിക്ക് സെപ്പറേറ്റ് ബില്ലാണ്. അപ്പോൾ ബേബിക്ക് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 9,520 രൂപയാണ് ബേബിക്ക് ആയിട്ടുണ്ടായിരുന്ന ബില്ലെന്ന് പറഞ്ഞത്. അതിൽ ബേബിയുടെ വാക്സിൻ, ബേബിയുടെ ചെക്കപ്പ്സ്, കുറേ ചെക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ കേൾവി ശക്തി ഇടുന്നതും അതുപോലെ അങ്ങനെ പല. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി ചേർന്നിട്ട് ബേബിയുടെ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 9,527 രൂപയാണ് ബേബിക്കായിട്ടുള്ളത്. എനിക്ക് ടോട്ടലായിട്ടുണ്ടായിരുന്നത് 1,10,10,428. ഇത് നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പകുതി പൈസ അടച്ചാൽ മതി, ബാക്കി പൈസ ഇൻഷുറൻസ് കവർ ആകുമല്ലോ. അപ്പോൾ അതൊരു നല്ല ഓപ്ഷനാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഇതുവരെ ഇങ്ങനത്തെ ഇൻഷുറൻസിൽ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും, നിങ്ങളടുത്ത ഇൻഷുറൻസിൽ പ്രഗ്നൻസിയുടെ ഇതും ഡെലിവറിയുടെ ഇതും കവർ ആകുമോ എന്ന്. അങ്ങനെയാണെങ്കിൽ അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു ഡെലിവറി എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇത്ര രൂപയായിട്ടുള്ളൂ. പിന്നെ ഫുഡിന് സെപ്പറേറ്റ് ആയിരുന്നു. ഫുഡിൻ്റെ ബില്ല് എനിക്ക് ഓർമ്മയില്ല, ബില്ല് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുമല്ലോ. ഇതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാനുള്ള കാര്യം കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡെലിവറി സ്റ്റോറി ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിൽ ആഡ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ. അണ്ടിൽ ദെൻ ബൈ.